ഹലോ പ്രിയ വ്യാപാരികൾ, നിങ്ങൾക്കൊപ്പം ഗുരു മാർക്കറ്റ്സ് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം. സംശയാസ്പദമായ കോർപ്പറേഷന്റെ ഓരോ സൂചകവും സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ താരതമ്യം ചെയ്യും. അഡ്വാൻസെക്സ് ഇൻക്, ടിക്കർ ASIX. 2025 ഏപ്രിൽ 10 വരെയുള്ള നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള അവലോകനം. വർഗീകരണം അനുസരിച്ച് ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ അഡ്വാൻസെക്സ് ഇൻക് ഉപവിഭാഗത്തിൽ പെടുന്നു. കെമിസ്ട്രി 57 കമ്പനികൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഓർഡറുകൾക്കുള്ള പരിഹാരങ്ങൾക്കായി ഈ വീഡിയോയുടെ അവസാനം കാണുക. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10.8. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.9 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള US വിപണിയിൽ മൊത്തം വിപണിയുടെ ശരാശരി റേറ്റിംഗ് 1.9 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. 8 പോയിന്റ് സ്കോറിനെതിരെ അഡ്വാൻസെക്സ് ഇൻക് ഒരു കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്യുന്നു. അഡ്വാൻസെക്സ് ഇൻക് ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും. അഡ്വാൻസെക്സ് ഇൻക് -24.5% മാറ്റം കാണിച്ചു. ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതയ്ക്കെതിരെ -12.1%. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കണം. കമ്പനിയുടെ വിപണി മൂലധനം അഡ്വാൻസെക്സ് ഇൻക് $0.56 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $469 ബില്യൺ ആണ്. അഡ്വാൻസെക്സ് ഇൻക് 0.12% വിഹിതം വഹിക്കുന്നു. ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.77 ബില്യൺ ആണ്. $191 ബില്യൺ എന്ന ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം. അഡ്വാൻസെക്സ് ഇൻക് 0.404% വിഹിതം ഉൾക്കൊള്ളുന്നു. എക്സ്ചേഞ്ചും ബുക്ക് വാല്യൂവും കൈവശപ്പെടുത്തിയിരിക്കുന്ന ഷെയറുകളുടെ താരതമ്യം നടത്തിയ ശേഷം നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക. അഡ്വാൻസെക്സ് ഇൻക് ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ 0.12% പുസ്തക മൂല്യം 0.404%. ഇത് ഓഹരി വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 237% കൂടുതലാണ്. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതവും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ കടങ്ങൾ $0.34 ബില്യൺ ആണ്. ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ 45.2%. കമ്പനിയുടെ ഡെറ്റ് ലെവൽ അടിസ്ഥാനമാക്കിയുള്ള സ്കോർ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 12.8 ആണ്. 37.9 എന്ന ഉപവിഭാഗത്തിൽ ശരാശരി. ഇത് ഉപവിഭാഗത്തേക്കാൾ 66% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ ലാഭത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ വിലയിരുത്തൽ വളരെ നല്ലത് 2 പോയിന്റുകൾ. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $44 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $70 മില്യൺ. ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ 59.1% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വില മുതൽ റവന്യൂ ബാലൻസ് 0.4 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.6 ആണ്. ഇത് ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ 75% കുറവാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാന സൂചകത്തിലേക്കുള്ള വിനിമയ മൂല്യത്തിന്റെ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $1520 മില്യൺ. വരുന്ന 12 മാസത്തെ ഭാവി വരുമാനം $2420 മില്യൺ.
ഇത് നിലവിലുള്ളതിനേക്കാൾ 59% കൂടുതലാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 1. വിൽപ്പന മാർജിൻ 2.9%. ഉപവിഭാഗത്തിന് ശരാശരി 4.2%. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 1.2%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 0.379%. ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ 216% കൂടുതലാണ്. ഈ വസ്തുത കമ്പനിയുടെ വിപണി വിലയിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു. അഡ്വാൻസെക്സ് ഇൻക് ഒരുപക്ഷെ കുറച്ചു കാണുന്നതിലേക്ക്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $389,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $1,226,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 68.3%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭം $30,400 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരിയോടൊപ്പം $32,400. കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 6%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്ന 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാനം $1,047,000 ആണ്. ഉപവിഭാഗം പ്രകാരം $778,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 35%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 1.4%. ഉപവിഭാഗ ശരാശരി 2.3%. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ ഒരു വിലയിരുത്തലാണ്. സൂചകം RSE 14 കമ്പനിക്ക് 38% നിലവാരം കാണിക്കുന്നു. അഡ്വാൻസെക്സ് ഇൻക് ഉപവിഭാഗത്തിന് ഈ നില ഏകദേശം 43%. സാങ്കേതികമായി ഉപവിഭാഗം സെക്യൂരിറ്റികൾ കമ്പനി ഷെയറുകൾ പോലെ തന്നെ വിലമതിക്കുന്നു. അഡ്വാൻസെക്സ് ഇൻക് കമ്പനിയുടെ ഓഹരികളുടെ നിലവിലെ മൂല്യം ഏകദേശം $21.1 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം $32.99 ആണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിന്റെയും ചലനാത്മകത ഏകദേശം 56%. ഓർഡർ ടേബിൾ നോക്കാം, അത് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഈ സീസണിൽ പരസ്യമായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് സൗജന്യവുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി അഡ്വാൻസെക്സ് ഇൻക് വിവര സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. $21.11 വില വർദ്ധിപ്പിക്കാൻ ഒരു ഓർഡർ തുറക്കുക. കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത്. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ സമീപനം ഉപയോഗിച്ചാണ് നടത്തിയത്. അക്യുമിന്റെ സൂചിക ലാഭം 23.62 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 18.6 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. 2025 മെയ് 10 സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി അവസാനിക്കും. അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ PCT ഒരു ബാലൻസ് സെൽ ഓർഡറായി മാറും. ബാലൻസ് ഇടപാടിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം സ്വയമേവ അടച്ചു.
ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. ഗുരു മാർക്കറ്റ്സ്.